യെസ്, നമുക്കൊന്ന് കൊച്ചിയിലേക്ക് പോകണം. കളമശ്ശേരി മണ്ഡലത്തിൽ അവിടുത്തെ CPM സ്ഥാനാർത്ഥി പി രാജീവിന്റെ റോഡ് ഷോ ഇപ്പോൾ കളമശ്ശേരിയിൽ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ലിഡിയ ജേക്കബ് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ലിഡിയ വീണ്ടും കളമശ്ശേരിയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു. പി രാജീവിന്റെ റോഡ് ഷോ ആണ് ഇപ്പോൾ നടക്കുന്നത്. ലിഡിയ ആ റോഡ് ഷോയ്ക്കൊപ്പം ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? ആരൊക്കെ പങ്കെടുക്കുന്നു റോഡ് ഷോയിൽ? പ്രജിൻ, ഏകദേശം മാലവയിലേക്ക് റോഡ് ഷോ എത്തിയിട്ടുണ്ട്. എടപ്പള്ളി മുതലായിരുന്നു റോഡ് ഷോ ആരംഭിച്ചിരുന്നത്. വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ് പി രാജീവ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ അട്ടിമറി ജയത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി മണ്ഡലം പിടിക്കാൻ കളത്തിലേക്ക് പി രാജീവിനെ ഇറക്കിയിരിക്കുകയാണ് CPM. എത്രത്തോളം പ്രതീക്ഷയുണ്ട്, എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? നല്ല ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ഭരണം, അതിനു മുൻപുള്ള 5 വർഷക്കാലം അതൊരു തുടർച്ചയുള്ള ഭരണത്തിന്റെ മാറ്റം കേരളത്തിന്റെ എല്ലാ മേഖലയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അത് തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കളമശ്ശേരി മണ്ഡലത്തിൽ 5 വർഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകളെയും ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തിൽ വെച്ച് കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണ ലഭിക്കുമെന്നാണ് കരുതുന്നത്. മികച്ച വിജയം LDFന് ഉറപ്പ് എന്ന രൂപത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാകെ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി UDFന്റെ മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇത്തവണയും അതേ ജയം തന്നെയാണോ പ്രതീക്ഷ? അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ 5 വർഷം അതിന് ആ ജനതയുടെ മനസ്സിലുണ്ടായിട്ടുള്ള അനുഭവമുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു, അത് ഇപ്പോൾ ജനങ്ങളുടെ മുൻപിൽ അത് വളരെ വിസിബിളാണ്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മത്തെക്കാളും കുറെ കൂടി ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജനപ്രതിനിധി എന്ന നിലയിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുടെ ആകെ പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അത് ഈ വിധിയെഴുത്തിൽ നന്നായി പ്രതിഫലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മണ്ഡലത്തിൽ കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അടക്കം മുന്നിൽ നിർത്തി തന്നെയാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി UDFന്റെ മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ പി രാജീവ് ജയിച്ചു കയറുകയായിരുന്നു. ഒരു അട്ടിമറി വിജയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആവർത്തിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഉടൻ തന്നെ ഇത്തരത്തിലൊരു വലിയ മെഗാ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും എടപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ ഏകദേശം ആലുവയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ ജനപിന്തുണ, പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് നമുക്ക് ഈ റോഡ് ഷോയിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഈ എടപ്പള്ളി മുതൽ പ്രവർത്തകർ കാൽനടയായി നടക്കുന്നത്. ശരി ലിഡിയ, എന്തായാലും ഈ രീതിയിൽ സാധാരണഗതി ഇലക്ഷൻ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലൊക്കെയാണ് ഇങ്ങനെ ഈ മട്ടിലുള്ള വലിയ റോഡ് ഷോയൊക്കെ നടത്താറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ആത്മവിശ്വാസം കൃത്യമായി അറിയിക്കുന്നതോടൊപ്പം തന്നെ എതിരാളികൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം റോഡ് ഷോകളിലൂടെ LDF ഉദ്ദേശിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.